ടു ഫേസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എക്സൽ ദൈവേർഡ് സീസൺ 2-ൽ 150 വാക്യങ്ങൾ പഠിച്ച് ലെജൻഡായി ദെബോറ മറിയം സന്തോഷ് നമ്മുടെ നടുവിൽ മാതാപിതാക്കളോടൊപ്പം ഉണ്ട്. സന്തോഷ് കുര്യൻ, സിനി സന്തോഷ്. അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് അവർ ലെജൻഡായി മാറിയത്, ആ കുഞ്ഞിനെ എങ്ങനെ ട്രെയിൻ ചെയ്തു എന്നൊക്കെ നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം. ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പം പ്രാരംഭത്തിൽ ദെബോറയോടാണ് എൻ്റെ ചോദ്യം. എക്സൽ ദൈവേർഡ് സീസൺ 2-ൽ എങ്ങനെയാണ് ഈ 150 വാക്യങ്ങൾ പഠിച്ച് ലെജൻഡാകുവാൻ സാധിച്ചത്? അതിന് എങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്തത്? എങ്ങനെയാണ് ആ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പം എല്ലാ ദിവസവും ഗ്രൂപ്പിൽ വാക്യം ഇടുമ്പം ആ വാക്യം ബൈബിളിൽ നോക്കിയിട്ട് അത് പഠിച്ചിട്ട് പിന്നെ നോട്ട്ബുക്ക് എഴുതും. അത് ആ വാക്യത്തെ മെമ്മറൈസ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ വാക്യം പഠിച്ചിട്ട് മെമ്മറൈസ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറയും. ഈ ദെബോറയുടെ മൊമെൻ്റെയാണ് ഇവിടെ ഇരിക്കുന്നത്. 150 വാക്യങ്ങൾ പഠിച്ച് ലെജൻഡായി മാറിയ ഒരാളാണ് ജൂനിയർ വിഭാഗത്തിൽ. എല്ലാവരും ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടില്ല. 650 പേരിൽ 50 പേരാണ് ലെജൻഡായത്. അതിലൊരാളാണ് ദെബോറ. അതൊരു വലിയ പ്രൗഡ് മൂമെൻ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചില മാസങ്ങൾക്ക് ശേഷമാണ് ദെബോറ ഇവിടെ ഈ ഫ്ലോറിൽ വരുന്നത്. അപ്പോഴത്തേക്ക് ഈ പഠിച്ച വാക്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടോ അതോ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എങ്ങനെയാണത് റിപ്പീറ്റഡ്ലി പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? അപ്പം സ്കൂളിലൊക്കെ ഓരോ ഇത് വരുമ്പം എക്സാമിൻ്റെ സമയത്തൊക്കെ കോൺഫിഡൻസ് ഒക്കെ തരാൻ ഓരോ വാക്യം പറയും. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള നേട്ടങ്ങൾ നേടുമ്പോൾ ഉണ്ടാകുന്നൊരു അഭിമാനം. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ? സന്തോഷ് ബ്രദർ, സിനി സിസ്റ്റർ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ വചനത്തിന് അധികം പ്രാധാന്യത കൊടുക്കാത്തൊരു തലമുറയല്ല നാം. അപ്പോൾ അങ്ങനെ പ്രത്യേക ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുത്തതിലും മോളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിലൊക്കെ പ്രത്യേകിച്ച് അവൾ 150 വാക്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് തലയിലിരുന്നപ്പോൾ ഇത് ഹൃദയത്തിലോട്ട് ഇറങ്ങിയിട്ട് അത് വെച്ച് നമ്മൾ പ്രവർത്തിക്കണം. ബൈബിളിനനുസരിച്ച് ഇത് വെറുതെ പഠിക്കാൻ മാത്രമല്ല, അത് പ്രവർത്തിക്കാനാണ്, പ്രാക്ടീസ് ചെയ്യാനാണെന്നുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ചില കാര്യങ്ങളിൽ അങ്ങനെ അവൾ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചില ഇമ്പ്രൂവ്മെൻ്റ് അവൾ കാണുകയും ചെയ്തു. അതിൽ വി ആർ സാറ്റിസ്ഫൈഡ്. സിനി സിസ്റ്റർ. എന്ത് തന്നെ വെച്ചാൽ കുഞ്ഞാണെങ്കിൽ ഇപ്പം ചർച്ച് ഈ 150 മെമ്മറി വേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചർച്ചിൽ പാസ്റ്റ് പ്രസംഗിക്കുമ്പം ആ റെഫറൻസ് ആണെങ്കിൽ അവൾ തന്നെ പറയും, ആ വാക്യം ഇന്ന വാക്യമാണ് പാസ്റ്ററങ്ങൾ പറഞ്ഞത്, അല്ലെ പാസ്റ്ററങ്ങൾ പറഞ്ഞ വാക്യമാണെങ്കിൽ ഇത് ഇന്ന റെഫറൻസ് അല്ലേ. അതൊരു വീട്ടിൽ പവർ വിഷനൊക്കെ വെക്കുമ്പം ഈ 150 വാക്യം എവിടെയായാലും അത് അവളത് പറഞ്ഞിരിക്കും. അതെ, റിക്കളക്ട് ചെയ്യും. മലയാളത്തിലാണെങ്കിൽ തന്നെ അവളത് ഈ വാക്യമല്ലേ പപ്പ അവർ പറഞ്ഞതെന്ന് ചോദിക്കും. അവളത് ഇംഗ്ലീഷിലാണ് പഠിച്ചിരിക്കുന്നത്. എന്നാൽ പോലും മലയാളത്തിലാണെങ്കിൽ പോലും ചോദിക്കും. യെസ്. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ എക്സാം വരുമ്പം ചിലപ്പം ചില സബ്ജക്ട്സ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അവൾ തന്നെ പറയും, ഇന്ന വാക്യം ഇങ്ങനെയാണല്ലോ. സോ ഞാൻ എപ്പോഴും അവളോട് പറയുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്. ഇതിങ്ങനെ പറയണം. അവളെപ്പോഴും അതെന്നോട് വന്നിട്ട് പറയും, അങ്ങനെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ തുടങ്ങുന്നതെന്ന് പറയും. അപ്പോൾ അവൾക്ക് സ്പിരിച്വലായിട്ട് ഒത്തിരി ഇതൊരു മോട്ടിവേഷനായിരുന്നു. ഈ 150 മെമ്മറി വേഴ്സ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഫ്രഷനപ്പായ ആദ്യം മെമ്മറി വേഴ്സ് പഠിച്ച് ബുക്കിൽ എഴുതി അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ സ്കൂൾ ഹോംവർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെയായിരുന്നു അവൾ. ഇപ്പം ഡിസൈപ്പിൾഷിപ്പ് ഉണ്ട്. അതായാലും ജേർണലിങ്ങിനായാലും ഒക്കെ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇപ്പം കുറേ കൂടെ ബൈബിൾ പോർഷൻസ് റീഡ് ചെയ്യുന്നു. അതൊക്കെ ഒത്തിരി അവൾക്ക് അത് സ്പിരിച്വലായിട്ട് ഗ്രോത്ത് ദൈവം സഹായിക്കുന്നുണ്ട്. ദെബോറ ഈ വചനം പഠിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ആ വചനം നമ്മുടെ ലൈഫിലുണ്ടാക്കി എന്തെങ്കിലും ഒരു മാറ്റം? നമ്മൾ വചനത്തിന് എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പം പപ്പ പറഞ്ഞതുപോലെ ആ വചനം തലേ മാത്രമേ ഉള്ളെങ്കിൽ അതിനകത്ത് പ്രയോജനമില്ല.
അങ്ങനെ ലൈഫിലുണ്ടായ ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ്, ഒരു മാറ്റം ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പം വാക്യം പഠിച്ചപ്പോൾ ഗോഡ്സ് വേർഡിനെ കുറിച്ച് ഒത്തിരി എനിക്ക് മനസ്സിലായി. പിന്നെ ഒത്തിരി മെമ്മറി വേഴ്സസും പഠിക്കാൻ ഒത്തിരി ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ ലൈഫിൽ? ദർ ഇസ് എ ചേഞ്ച്. ഇപ്പം ഒബേ യുവർ ഫാദർ ആൻഡ് മദർ എന്നുള്ളൊരു വാക്യം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റിമൈൻഡ് ഐ നീഡ് ടു ഒബേ മൈ ഡാഡ് ആൻഡ് മാം. അങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ചോദിക്കുന്ന ഒരു പേരൻസ് എന്ന നിലയിൽ നിങ്ങൾ ആ മുകളിൽ കണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും? ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇവക്കൊരു സ്വഭാവമുണ്ട്, റീൽസ് കാണുന്ന സ്വഭാവം. ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പം അത് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഫുള്ളും മാറ്റിയെന്നല്ല ഞാൻ പറഞ്ഞു, ഇപ്പോഴും ചില കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാലും ഞാൻ അത് വെച്ച് അവൾ പറയുന്നത് ഇത് ശരിയാണോ പപ്പ എന്നോട് വന്ന് ചോദിക്കും. ഈ ബൈബിൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കാണുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അതൊരു മാറ്റം ചോദിക്കാനുള്ളൊരു ഇത് തോന്നിയത് തന്നെ ഒരു വലിയ കാര്യം. യെസ്. സിനി സിസ്റ്റർക്ക് മോളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ലൈഫിൽ? അവള് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഫ്രണ്ട്സൊക്കെ, അവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിനോടൊക്കെ ഇങ്ങനെ അതൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള മോളാണ്. പക്ഷെ ആ കുഞ്ഞിനോടൊക്കെ ഇങ്ങനെ അവളിടയ്ക്ക് സംസാരിക്കുമ്പം അവൾ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ അവളോടിങ്ങനെ പറയും. അപ്പോൾ ആ മോളെ അതിൻ്റെ ക്ലിയർ കട്ടായിട്ട് നമുക്കറിയത്തില്ല, എന്തോ ഒരു ക്രിസ്ത്യാനിറ്റിയായിട്ട് എന്തോ ആ കുഞ്ഞിന് റിലേഷൻ ഉള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ അവളിങ്ങനെ ദെബോറയോട് പറയുമ്പം അവൾ പറയും, സീ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് റിട്ടൺ ഇൻ ദ ബൈബിൾ, സോ ഡോണ്ട് വറി. അപ്പോൾ ആ കുട്ടി ചില സമയത്ത് പറയും ഐ ഫീൽ സോ ഡിപ്രസ്ഡ്. അപ്പോൾ അതിൻ്റെ പേരൻസ് രണ്ടും വർക്കിങ്ങാണ്. ഐ ഫീൽ വെരി ലോൺലി, ഐ ഫീൽ യു ആർ ദി ഓൺലി പേഴ്സൺ ഹു ലൈക്സ് മീ ഇൻ ദിസ് വേൾഡ് എന്നൊക്കെ ചില സമയത്ത് ഡിപ്രസ്ഡായിട്ട് ഇവളോട് സംസാരിക്കുമ്പം അവൾ ഈ പഠിച്ച വാക്യത്തിന് അവിടെ ഫ്രണ്ടിനോട് അവൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വെരി ഗുഡ്. അതൊക്കെ പെട്ടെന്ന് ദബോറയ്ക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. എത്ര 4ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? 5th. യെസ്. അപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നിന്ന് അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദബോറ നല്ല മിടുക്കുകയാണ്. എന്തൊക്കെയാണ് വചനം പഠിക്കുന്ന അല്ലാതെ വേറെ എന്തെല്ലാം മേഖലയിലാണ് ദബോറ ഇൻവോൾവ് ആയിരിക്കുന്നത്? അല്ലെങ്കിൽ ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പാഷൻ എന്താണ്? ഞാൻ മ്യൂസിക് കീബോർഡ് പഠിക്കുന്നുണ്ട്. കീബോർഡ് പഠിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ സിംഗിങ് ഇഷ്ടമാണ്. പാട്ട് പാടും. ഒരു 4 വരി പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് പാടാവോ? അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങു മാത്രം ചാരുമൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസം. ആരാധന അങ്ങയ്ക്കാരാധന, എന്നേശുവേ അങ്ങയ്ക്കാരാധന, ആരാധന അങ്ങയ്ക്കാരാധന, എന്നേശുവേ അങ്ങയ്ക്കാരാധന. അത്ര മനോഹരമായിട്ട് നല്ല വോയിസാണ്. നല്ല രീതിയിലാണ് ദബോറ പാടുന്നത്. ഏതെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂളിൽ സിംഗിങ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സമ്മാനങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? സെക്കൻഡും തേർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റ് ഏതെല്ലാം മേഖലയിലുള്ള കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ എക്സലിൻ്റെ തന്നെ സിംഗ് ഫോർ ഹിമിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എക്സൽ സിംഗ് ഫോർ ഹിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫൈനൽ റൗണ്ടിൽ വരെ എത്തി അല്ലേ? യെസ്, വെരി ഗുഡ്. പിന്നെ സ്കൂൾ തലത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? സ്കൂളിൽ ഞാൻ സോണലിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് ഓഫ് ദ ഇയർ അവാർഡ് ലാസ്റ്റ് ഇയർ വാങ്ങിച്ചായിരുന്നു. പിന്നെ സ്പീച്ച് ഒക്കെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ സ്പീച്ച് കന്നഡയിൽ നന്നായിട്ട് സംസാരിക്കുമോ? കന്നഡയിൽ സ്കൂളിൽ പറഞ്ഞിട്ടുള്ളൊരു സ്പീച്ച് കന്നഡയിൽ എന്ന് പറയാമോ? അത് ഓർമ്മയല്ല. എന്നാലും ഒരു ചെറിയൊരു കൂട്ടുകാരെയൊക്കെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്ന പോലെ ഒരു കന്നഡയിലൊരു സംഭവം. കന്നഡ ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. എല്ലാവരും നമസ്കാര.
അത്രേ ഉള്ളൂ കന്നഡയിൽ. എനിക്കറിയത്തില്ല അത്രയും കന്നഡ. ആ വെരി ഗുഡ്. കുഴപ്പമില്ല. നമ്മുടെ സ്പീച്ചൊക്കെ ഓർമ്മയില്ല, നമ്മുടെ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ഈ സ്പെഷ്യൽ ഈവൻ്റൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഓർമ്മയില്ല, നോ പ്രോബ്ലം. ബേസിക്കലി എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവളെല്ലാത്തിനും ഇപ്പം ആക്ഷൻ സോങ് ആണെങ്കിൽ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആണെങ്കിൽ, ഡാൻസ് ആണെങ്കിൽ, എല്ലാത്തിനും അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും മെയിൻലി. യെസ്, വെരി ഗുഡ്. 2023 കർണാടക സ്റ്റേറ്റിൻ്റെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സൺഡേ സ്കൂൾ ടാലൻറ്റ് ടെസ്റ്റിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. ഓ വെരി ഗുഡ്, എക്സലന്റ്. ഇന്ന് 120 മെമ്മറി വേഴ്സസ് 4 minutes 32 സെക്കൻഡ്സിൽ പറഞ്ഞ് ഇൻഡിവിജ്വൽ ചാമ്പ്യനായി കർണാടക ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്റ്റേറ്റ് തലത്തിൽ. അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഞാനൊരു നമ്മുടെ വാക്യത്തിൽ നിന്ന് ഒരു റാപ്പിഡ് ഫയർ ചെയ്യട്ടെ, നമുക്ക് നോക്കാം. എനിക്കറിയാം ദെബോറ ഇപ്പം നമ്മുടെ ഈ ഇത് പറഞ്ഞ് ലെജൻഡായിട്ട് ഇപ്പോൾ കുറേ മാസമായി, എങ്കിൽ പോലും ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം. ഞാൻ റെഫറൻസ് പറയാം, അന്നേരം ആ വാക്യം ഒന്ന് പറയണം കേട്ടോ. Genesis 12:2. I will make you into a great nation and I will bless you. I will make your name great and you will be a blessing. 2 Samuel 22:2. The Lord is my rock, my fortress and my deliverer. Psalms 19:1. The heavens declare the glory of God, the firmament shows his handiwork. Psalms 118:8. It is better to take refuge in the Lord than to trust in man. Proverbs 3:5. Trust in the Lord with all your heart and do not rely on your own understanding. ഞാനെന്ന വാക്യം പറയാം, റെഫറൻസ് പറയണം. ഓക്കെ. ബെറ്റർ ഈസ് ഓപ്പൺ റിബ്യൂക്ക് ദാൻ ഹിഡൻ ലവ്. Proverbs 27:5. Arise, shine, for your light has come, and the glory of the Lord rises upon you. Isaiah 60:1. Be perfect, therefore, as your heavenly Father is perfect. Matthew 5:48. Excellent. എത്ര മനോഹരമായിട്ടാണ്, എത്ര മെമ്മറി, വളരെ നല്ല മെമ്മറി ഉണ്ട്. ഇത് മറന്നു പോകാതെ വീണ്ടും പഠിക്കാൻ, അല്ലെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ, അതായത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും മറന്നു പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പരിശ്രമങ്ങളുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ പ്രയറിനൊക്കെ ഇത് ബൈബിള് വായിക്കുമ്പം ഞാൻ പഠിച്ച വേഴ്സിൻ്റെ ചാപ്റ്റേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി ബൈബിളിൽ നിന്ന് വായിക്കുന്നത്. പിന്നെ സ്കൂളിൽ ഓരോ ഇത് വരുമ്പോൾ കോൺഫിഡൻസിന് വേണ്ടി ഓരോ വാക്യങ്ങളും വേണ്ടി പറഞ്ഞു. ഇനിയും അല്പം കുടുംബകാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ കുടുംബം എവിടെയാണ്, ജോലി എന്താണ്, വീട്ടിലാരൊക്കെയുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ വീട് വെണ്ണിക്കുളത്താണ്. ഞാനിപ്പം ജോലിയോട് ബന്ധിച്ച് ബാംഗ്ലൂരിലാണ്. ഞങ്ങൾ ഒരു മോള്, ഞങ്ങൾക്ക് ഒരു മോനും. ഇപ്പോൾ കുടുംബമായിട്ട് ബാംഗ്ലൂരിലായിരിക്കുന്നു. ഞങ്ങൾ കോറമംഗല ചർച്ച് ഓഫ് ഗോഡിനോട് ചേർന്ന് ആരാധിച്ചു പോകുന്നു. എൻ്റെ വീട് സ്വന്തം നാട് കോന്നിയാണ്. അവിടെ പപ്പ മമ്മി, പിന്നെ എനിക്കൊരു മൂത്ത ബ്രദറാണ്. അവർ ഫാമിലിയായിട്ട് സ്റ്റേറ്റ്സിലാണ്. ഞാൻ പ്രൊഫഷണൽ ബയോ കെമിസ്റ്റാണ്. ഞങ്ങൾ കുടുംബമായിട്ട് ഇപ്പം ബാംഗ്ലൂരിലായിരിക്കും. ഓക്കെ. കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ഏതൊക്കെ ഇൻവോൾവ്മെൻ്റ് ആണ് നിങ്ങൾക്കുള്ളത്? ജോലിയോടുള്ള ബന്ധത്തിൽ ഏതൊക്കെ റോളുകൾ പ്ലേ ചെയ്യുന്നുണ്ട്? ഞാൻ ബാംഗ്ലൂരിലെ ചർച്ച് ഓഫ് ഗോഡ് അവിടെ യൂത്തിൻ്റെ സെക്രട്ടറിയാണ്. YP എന്ന് പറയും, YPയുടെ സെക്രട്ടറി. സ്റ്റേറ്റിൻ്റെ ചർച്ചിൻ്റെ സെക്രട്ടറി. അതേപോലെ തന്നെ ഞാൻ കൊയറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം അതിനകത്തും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദൈവം പരമാവധി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുകയാണെന്നാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എപ്പോഴും പിള്ളേരോടും പറയാറുണ്ട്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശാശ്വതമാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് മാത്രം നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് കഴിയാവുന്നത് എന്തെല്ലാം നമ്മുടെ ശബ്ദം, നമ്മുടെ പണം, നമുക്കുള്ള ദൈവം തന്നതിനെല്ലാം ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ അവരെയും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒരു പിതാവെന്ന നിലയിൽ ഒത്തിരി പിതാക്കന്മാരിത് കാണും. അപ്പം ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ദൈവവചനം പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. നിങ്ങളുടെ
കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് അവരെ ആ ലെജൻഡ് ലെവലിലേക്ക് കൊണ്ടുവരികയും ദൈവ പ്രൊജക്റ്റിലൂടെ കണ്ടിന്യൂ ആയിട്ടതൊരു ലൈഫിൻ്റെ ഭാഗമായി മാറിയിട്ടാണ്. അന്നേരം പിതാക്കന്മാരോട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും പറയാൻ? പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ജോലിയുള്ളവർ എന്താ പറഞ്ഞാൽ, ഞാൻ എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് IT വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഞങ്ങൾക്കൊരു സമയമില്ല. പ്രത്യേകിച്ച് രാവിലെ പോയല്ലേ ചിലപ്പം ഇപ്പം എനിക്ക് ഇച്ചിരി ഒത്തിരി ആൾക്കാരൊക്കെ ആയതുകൊണ്ട്, എൻ്റെ ടീമിലായതുകൊണ്ട് എനിക്ക് ഇച്ചിരി നേരത്തെ, അല്ലെങ്കിൽ വളരെ വേഴ്സ്റ്റായിരുന്നു. അപ്പോൾ ചിലപ്പം വൈഫിന് അറിയാം, ചിലപ്പോൾ 7:30, 8:30, 9 o'clock, 10 o'clock ഒക്കെ വരും. അപ്പം നമുക്ക് ഇന്നത്തെ തലമുറയിൽ ഏറ്റവും വരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമുക്കൊരു കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്താ പറയുന്ന നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ വർക്ക് ഷെഡ്യൂൾ കാരണം മിക്കപ്പോഴും കഴിയാറില്ല. അപ്പോൾ ഞാൻ വൈഫിനോട് ഇത് പറയുകയായിരുന്നു, നിങ്ങളുടെ ചെയ്ത ഇനീഷ്യേറ്റീവ് അത് വളരെ നല്ലതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ ഒരു വാക്യം വായിച്ചങ്ങ്, പക്ഷേ അവളിപ്പോൾ ഒന്ന് ബൈബിൾ ഇത് പഠിച്ചു. ഇപ്പം ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവൾ ജേണൽ എഴുതി. അതെന്താണ് എന്നോട് വന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഈ വാക്കിന് ഈ അർത്ഥം എന്തുവാ? അപ്പം അത് മോസ്റ്റ് ഓഫ് ടൈംസിനോ അങ്ങനെ ഒരു കൺവേ ചെയ്യാൻ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിയുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് അവൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അവൾ വന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ, അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്തുവാ? ഇറ്റ് ഈസ് എ ഗുഡ് നോട്ട്, ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പോൾ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങളെടുത്തതിൽ ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ദാറ്റ്. വളരെ നല്ല, പ്രത്യേകിച്ച് നമ്മുടെ തലമുറകളെയാണ്, നമ്മുടെ അടുത്ത തലമുറയെ നമ്മളാണ് ബിൽഡപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെടുക്കുന്ന ഇനീഷ്യേറ്റീവ് നമ്മളെ എല്ലാം ഇങ്ങനെ പേരൻസിനെ ഇങ്ങനെയൊക്കെ ചിലരെയൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിരുന്ന ഇനീഷ്യേറ്റീവ്, എസ്പെഷ്യലി ചിൽഡ്രൻസിന് വേണ്ടി ചെയ്യുന്നത് നല്ല ഇനീഷ്യേറ്റീവാണ്. ഒരു അമ്മ എന്ന നിലയിൽ എന്താണ് മാതാപിതാക്കളോട്, മീൻസ് അമ്മമാരോട് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് സിനിസേഷൻ പറയാം. ഈ മെമ്മറി വേഴ്സ് ചാലഞ്ച് കോമ്പറ്റീഷൻ അതൊരു ഇപ്പോഴത്തെ എന്താ പറയുന്നത്, എല്ലാം എല്ലാം ഡിജിറ്റൽ മോഡിലാണല്ലോ. അപ്പം പിള്ളേർ ആ ഒരു രീതി പോകുമ്പോൾ ബൈബിള് പഠിക്കാനൊക്കെ ഭയങ്കര ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചറും കൂടാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ് ഇപ്പം മെയിൻ. എക്സാമിന് പഠിക്കണം, പിന്നെ കാര്യം ക്ലോസ്. പക്ഷേ ഈ മെമ്മറി വേഴ്സ് കോമ്പറ്റീഷൻ അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ, പഠിക്കുക മാത്രമല്ല അതിൻ്റെ മീനിങ് വന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞുള്ള ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാം വന്നപ്പം ഇപ്പം കുറച്ചൊക്കെ ബൈബിളിൽ ഇന്ന കാര്യങ്ങൾ ഇവിടെയൊക്കെ ആണെന്നുള്ളത് അവർ തന്നെ ഒരു ഇനീഷ്യേറ്റീവാണ്. കാരണം അത് ജേർണൽ ചെയ്തു, എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ മെൻറ്ററിനെ അത് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെൻറ്റർ വിളിച്ച് ചോദിക്കുമല്ലോ. അപ്പം അതൊരു സിസ്റ്റമാറ്റിക്കായി ബൈബിള് വായിക്കാനും പഠിക്കാനും ഇതിൻ്റെ മീനിങ് എന്താണ്, ഇപ്പം അഭിഷേകം പ്രാപിക്കേണ്ടതിനും സാൽവേഷൻ്റെ ഒക്കെ ആ ഒരു മീനിങ് ഒക്കെ എല്ലാം അവളിങ്ങനെ വന്ന് ചോദിക്കും. അപ്പം നമുക്കത് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ മെമ്മറി വേഴ്സ് കോമ്പറ്റീഷൻ കുഞ്ഞുങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു 150 ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അത് അവരെ ബിൽഡപ്പ് ചെയ്യും ആത്മീയത്തിൽ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിൽ അത് കാണാൻ സഹായിച്ചു. അടുത്ത സീസൺ 3 അത് ഇനിയും കുഞ്ഞുങ്ങളെ ജോയിൻ ചെയ്യണം. അത് അവരുടെ ലൈഫിൽ ഏറ്റവും അത് വലിയ ഹെൽപ്ഫുൾ ആകും. ഞാനാണെങ്കിൽ ഇതിനകത്ത് മെൻറ്ററാണ്. അപ്പം ഞാൻ ഒത്തിരി പേരൻസിൻ്റെ കുഞ്ഞുങ്ങളെ എനിക്കത് മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ലേറ്റ് നൈറ്റ് പല ടൈം സോണിൽ കുഞ്ഞുങ്ങൾ വിളിക്കുമായിരുന്നു. ഞാൻ അന്നേരം എല്ലാം അവരുടെ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പം പഠിക്കാൻ വീക്കായിട്ടുള്ള കുഞ്ഞ് എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ ആദ്യം ഇങ്ങനെ ആൻറ്റി ടഫാ, എനിക്ക് 150 ചെയ്യാൻ പറ്റുമോ, ലെവൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച കുഞ്ഞുങ്ങളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പം ആ കുഞ്ഞ് പേരൻസ് പുറകെ ഇരിക്കുക. അപ്പോൾ ഈ മോന് ഒരു വാക്യം പറയുന്നത് അത്ര കേട്ടിട്ട് സന്തോഷമാവുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പം ആരെങ്കിലും ചോദിക്കുന്നത് എന്തോ ഒരു വാക്യം പഠിപ്പിക്കുന്നതിൽ എന്തോ വലിയ കാര്യം, പക്ഷേ എനിക്കതെൻ്റെ ലൈഫിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ പേരൻസ് ഹാപ്പി ആകുന്നു. ഇപ്പം പെൻറ്റിക്കോസ്റ്റൽ ഫെയ്ത്തിൽ അല്ലാത്ത കുഞ്ഞുങ്ങൾ പോലും എഫേർട്ട് ഇട്ട്, എൻ്റെ ക്ലാസ്സിലൊരു ഒരു ഓർത്തഡോക്സ് ബിലീവറായിരുന്നു, മോള് ലെജൻഡായത്. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നും. 150 മെമ്മറി വേഴ്സസ് അതവരുടെ ഫ്യൂച്ചർ ലൈഫിൽ അതവർക്ക് ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ ഇറ്റ് വിൽ ഹെൽപ്പ് ദം. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം ഒരു പെൻറ്റക്കോസ്റ്റൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ സീസൺ 1 ലെജൻഡായത് ഒരു മർത്തോമ സഭയിലുള്ളൊരു കുഞ്ഞാണ്. ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള
ആർക്കും ദൈവവചനം പഠിക്കാൻ പറ്റുന്ന നിലയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലും പെൻറ്റക്കോസ്റ്റൽസ് ആണ് ഇതിനകത്ത് കൂടുതലും ജോയിൻ ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുതിയ മെൻറ്റർഷിപ്പ് കഴിഞ്ഞ പ്രാവശ്യം മെൻറ്ററായിരുന്നു, ഇപ്പം മെൻറ്റേഴ്സിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്കൂടെ സിനി സിസ്റ്റർ വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ ആ ഒരു ദൗത്യം ഒരു എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആദ്യം എനിക്ക് ഈ മെൻറ്റർഷിപ്പ് സാറ് ഓപ്പർച്യൂണിറ്റി തന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെയും കൊണ്ട് പറ്റുമോയെന്ന്. പിന്നെ ആസ് ദ ഡേയ്സ് വെൻ ബൈ എൻ്റെ ഗ്രൂപ്പ് ലീഡർ അക്സ, പിന്നെ അനു സിസ്റ്റർ, ഇവരൊക്കെ എല്ലാം തന്ന ആ ഒരു ഹെൽപ്പ്, മോട്ടിവേഷൻ, അത് ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു. കുഞ്ഞുങ്ങളെ പല കുഞ്ഞുങ്ങൾക്കും പേരൻസ് ചില ദിവസങ്ങളിൽ മെസ്സേജ് ചെയ്യും, ഇന്ന് സുഖമില്ല, ഇടാൻ മെമ്മറി വേഴ്സ് ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു 1 വീക്ക് ടൈം തരണം. അപ്പം അവരുടെ ആ പ്രയാസങ്ങളൊക്കെ കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുഞ്ഞുങ്ങളെ എൻകറേജ് ചെയ്യുവാനും ഇടയ്ക്ക് വെച്ച് നിർത്തിയ പല കുഞ്ഞുങ്ങളും പിന്നെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് അവർ ആ കൺസിസ്റ്റൻ്റായിട്ട് 150 ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ സാർ എനിക്ക് ഗ്രൂപ്പ് ലീഡ് തന്നപ്പം അത് വലിയൊരു ഞാൻ ഭാഗ്യമായിട്ട് കരുതുന്നു. എനിക്ക് പിന്നെ വീട്ടിലാണേലും അച്ഛനാണെങ്കിൽ ഒത്തിരി സപ്പോർട്ടാണ്. എത്ര രാത്രിയിലൊക്കെ ഇരുന്നായിരിക്കും ഈ ദൈവോഡിൻ്റെ വർക്ക്, ഡിസൈപ്പിൾഷിപ്പിൻ്റെ മെൻറ്ററാണ് ഞാനിപ്പം അതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനെല്ലാം അച്ഛൻ എപ്പോഴും എന്നോട് പറഞ്ഞു, ഒരു കുഞ്ഞ് വാക്യം പഠിപ്പിക്കുന്ന ചെറിയൊരു നിസ്സാര കാര്യമായിട്ട് തോന്നും, പക്ഷേ അത് ഏത് ടൈം സോണിലായാലും നീ കോൾ ആക്സെപ്റ്റ് ചെയ്തേക്കണം, മെസ്സേജ് റിപ്ലൈ കൊടുക്കണം. അത് ഉറക്കമെന്ന് വെച്ച് അത് നിസ്സാരമായി തള്ളിക്കളയല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് അതൊരു എനിക്കൊരു വലിയൊരു ഭാഗ്യകരമായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. എക്സൽ മിനിസ്ട്രീസ്, അനിൽ സാറിൻ്റെ ആ ഒരു വിഷൻ, പിന്നെ നമ്മുടെ റിബി സാറിൻ്റെ ആ വിഷൻ, അതെല്ലാം ഏറ്റവും അനുഗ്രഹമായി തന്നെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നു. ദബോരയ്ക്ക് എന്താണ് കൂട്ടുകാരൻ? ദബോരെ പോലെ ആയിരക്കണക്കിന് കുട്ടികളാണുള്ളത്, പക്ഷേ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അത്ര താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഒന്നും കാണത്തില്ലായിരിക്കാം. പക്ഷേ അവരോട് ഒരു വേർഡ് ഓഫ് എൻകറേജ്മെൻറ്റ് പറയാനാണെങ്കിൽ ദബോര എന്ത് പറയും? മെമ്മറി വേഴ്സസ് പഠിച്ച അവരുടെ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിലും പിന്നെ ഗോഡ്സ് വേർഡിനെ കുറിച്ച് ഒത്തിരി അറിയാനും പിന്നെ ഒത്തിരി മെമ്മറി വേഴ്സസ് ഒക്കെ പഠിച്ചതൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡെയിലി റൊട്ടീനായിട്ട് മാറുകയാണ്, ഡെയിലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ദൈവയിലൊക്കെ കയറിയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവരുടെ ഭാഗമായി. ഇപ്പം എന്താ പറയുക, ഇന്നത്തെ ഒരു പ്രത്യേക ഇങ്ങനത്തെ തലമുറ ഒത്തിരി ചലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ഇവള് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പം നമ്മുടെ റിലീജിയനെ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ സത്യമല്ല, നിങ്ങളുടെ റിലീജിയൻ സത്യമല്ല എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒത്തിരി എന്താ പറഞ്ഞ ഒരു സമൂഹത്തിൽ മറ്റ് ബൈബിളിൽ പറയുന്ന പോലെ മറ്റ് ജാതികൾ ഉണർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ മാക്സിമം കൊടുക്കണം. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒരു പേരൻസിനും മിസ്സാക്കരുത്. കാരണം ഞാൻ കണ്ടതോളം എന്ന് വെച്ചാൽ നമ്മൾ ബൈബിളിരുത്തി പഠിപ്പിക്കുന്നതിനേക്കാൾ അവൾ വന്ന് ഇപ്പം നമ്മളോട് ചോദിക്കണമെങ്കിൽ അവരോട് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി? അവരെ മനസ്സിലാക്കുന്ന രീതി. ഫോർ എക്സാമ്പിൾ ഡിസൈപ്പിൾഷിപ്പിൽ ജേണൽ എഴുതണം, മറ്റ് കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നത്. കുടുംബ പ്രാർത്ഥന ഇതൊന്നും നടക്കത്തില്ല ഒരു പക്ഷേ. അപ്പം അത് ഈ ആർക്ക് കിട്ടിയാലും ഈ ചാൻസ് മിസ് ചെയ്യില്ല. നിങ്ങളത് പറയില്ല, നിങ്ങൾക്ക് സമയമില്ലെന്ന് പറയില്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരിക്കും ഞാനും ചിന്തിക്കുമായിരുന്നു, എൻ്റെ മോളും ഈ ദൈവയിലുണ്ട്. അപ്പം മെൻറ്റർ വിളിച്ചിട്ട് ഇന്ന് സൂം മീറ്റിംഗ് ഉണ്ട്, ഇന്ന് ജോവാഷാണെന്ന് മെസ്സേജ് പറയേണ്ടുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുമ്പം അവൻ നോ പറയാനായിട്ട് അവന് പറ്റുന്നില്ല. അതേസമയം ഞാൻ പറയും, നീ ചർച്ചിൽ പ്രസംഗിക്കണം, നീ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നോ. പപ്പായുടെ നോ പറയും, പക്ഷെ മെൻറ്ററിനോട് നോ പറയുന്നില്ല. അപ്പം ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അവന് ഞാൻ തന്നെയാണ് സൂമെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പം ഞാനത് യൂട്യൂബിൽ ഇങ്ങനെ കാണുവാണ് ഇവൻ പ്രസംഗിക്കുന്നത്. അപ്പം എനിക്കൊരു ആസ് എ ഫാദർ എനിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് പുറത്തുള്ളൊരു മെൻറ്റർക്ക് കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ബിൽഡപ്പ് ചെയ്യാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അതെ, എന്നോടൊരു പേരൻറ്റ്, എൻ്റെ ക്ലാസ്സിലൊരു പേരൻറ്റ് വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ ഞാൻ എത്ര പറഞ്ഞാലും അവൻ ഉഴപ്പുക, അവനോട് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല, അതുകൊണ്ട് സിസ്റ്റർ ഒരു വോയിസ് മെസ്സേജ് ഇട്, ഇങ്ങനെ പഠിക്കണം എന്നൊരു വോയിസ് മെസ്സേജ് എനിക്കിട്, ഞാൻ അവനെ അത് കേൾപ്പിക്കാം. അത് ഞാൻ അങ്ങനെ ചെയ്തു. ആ മമ്മി പറഞ്ഞതിൻ്റെ പ്രകാരം ഞാനത് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് തിരിച്ചു വന്നു, ഐ വിൽ ഡു ആൻറ്റീന്ന്.
അത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് എനിക്ക് എന്നോട് പറയും. അപ്പം ഞാൻ പറഞ്ഞപ്പം പപ്പയുടെ മമ്മിയുടെ മുമ്പിൽ ഉഴപ്പിയ ആള് എന്നോട് പറയാൻ തുടങ്ങി. തീർച്ചയായിട്ടും അത് ദെബോര ഒരു നമുക്ക് എക്സൽ ഡൈവേർട്ട് ടീമിന് ഇതൊരു ടീം വർക്കാണ്. ഇപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്, അനുസിസ്റ്റർ ഉൾപ്പെടെ, റുബി സാർ ഉൾപ്പെടെ ഒത്തിരി ടീം മെൻറ്റേഴ്സും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം അഭിമാന നിമിഷങ്ങളാണ്. ഇപ്പോൾ ദെബോരയെ പോലെയുള്ള ഇപ്പം 5ാം ക്ലാസ്സിൽ കയറിയ ജൂനിയർ വിഭാഗത്തിൽ 150 വാക്യം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപ്രീസിയേഷൻ ഉണ്ടാകേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രീസ് ആസ് എ ഹോൾ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഒന്ന് ആഡപ്പ് ചെയ്യണം, ദെബോറയുടെ മെന്റർ സ്മിത സിസ്റ്റർ. സ്മിത സിസ്റ്റർ ഞങ്ങൾ വീട്ടിലെ കൊടുത്ത എൻകറേജ്മെൻറ്റിനേക്കാൾ ഉപരിയാണ് സ്മിത സിസ്റ്ററിൻ്റെ എൻകറേജ്മെൻറ്റ്. സ്മിത സിസ്റ്റർ ലാസ്റ്റിലായി ഇപ്പോൾ റിവിഷൻ ടൈം ഇവർക്കെല്ലാ സാറ്റർഡേയും ഒരു 1 hour ടൈം സെറ്റ് ചെയ്തിട്ട് പിള്ളേരുടെ ആ ഒരു സൗകര്യത്തിൽ സ്മിത സിസ്റ്ററിൻ്റെ വർക്ക് ഷെഡ്യൂൾ നമുക്കറിയാമല്ലോ, സ്മിത സിസ്റ്റർ വിളിച്ചിട്ട് റിവൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു. സ്മിത സിസ്റ്ററും ശരിക്കും നല്ല എൻകറേജ്മെന്റ്. ഈ സമയത്ത് ഞങ്ങൾ സ്മിത സിസ്റ്ററിനോടും ഞങ്ങളുടെ താങ്ക്സ് പറയും. നമ്മുടെ മെന്റേഴ്സിന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് ആ ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഇത് പ്രത്യേകിച്ച് ഈ ലെജൻഡിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി ഒത്തിരി എഫർട്ട് എടുത്ത ആളാണ് സ്മിത സിസ്റ്റർ. അപ്പം സ്മിത സിസ്റ്റർക്കും പ്രത്യേകം അവരുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോകുന്നു. വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഒന്ന് പറയണം ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പായിട്ട്? 3 പേർക്കും ഒരു കൺക്ലൂഡിങ് വേർഡ്സ് ആയിട്ട് പറയാനുള്ള അവസരം തരികയാണ്. വിൽ സ്റ്റാർട്ട് വിത്ത് ദെബോറ. ഡൈവേർഡിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം എല്ലാവരും മെമ്മറി വേഴ്സസ് പഠിക്കണം. സ്പിരിച്വൽ ഗ്രോത്തിലൊക്കെ ഹെൽപ്ഫുൾ ആവും. പിന്നെ മെമ്മറി വേഴ്സസ് ഒക്കെ നോളജ് അതിന് കിട്ടും. ഗോഡ്സ് വേർഡൊക്കെ അറിയാൻ ഇത് കിട്ടും. വെരി ഗുഡ്. അടുത്ത ഇനിയും നമ്മുടെ സീസൺ 3 സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാക്സിമം കുഞ്ഞുങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ബിക്കോസ് അതൊരു മെമ്മറി വേഴ്സ് പഠിച്ചിട്ട് ചിലപ്പം ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നും. അല്ല, ബിക്കോസ് അത് 150 കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇതെന്തുമായിരുന്നു ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലല്ല ഇത് എടുക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ അത് ഈ ഗോഡ്സ് വേർഡ് എന്തുമാത്രം അത് അവർ പഠിച്ചത് ആ ഒരു ടൈമിൽ അവരുടെ ഓരോ ലൈഫിലെ ചാലഞ്ചസിനെ അവരെ ഫേസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഫസ്റ്റ് ലെവലാണ് ഈ മെമ്മറി വേഴ്സ് ചാലഞ്ച്. അത് കഴിഞ്ഞുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങളെ നല്ലപോലെ ആത്മീയമായിട്ട് ബിൽഡപ്പ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കല്ലേ. ഷുവറായിട്ട് നിങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നല്ല ഒരു മെൻറ്റർഷിപ്പ് തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മൊബൈല് ഒത്തിരി വൈബായിട്ട് പ്രത്യേകിച്ച് പിള്ളേരെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത് ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ മോളോട് തന്നെ ഇടയ്ക്ക് പറയാറുണ്ട്, അവൾ റീൽസും മറ്റും കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കോമഡിയാണ്, പിന്നീട് ഇത് ട്രാജഡി ആകുന്നത്. അതുകൊണ്ട് നീ വളരെ സൂക്ഷിച്ചുകൊണ്ടെന്ന് കാണരുത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്കും മറ്റുള്ളവരോട് പറയാനുള്ള. നിങ്ങൾ മറ്റുള്ളതിനിൽ സമയം കളയാതെ ഇങ്ങനത്തെയുള്ള നല്ല ഇനീഷ്യേറ്റീവ്സിൽ സമയം കളഞ്ഞ് നിങ്ങളുടെ ക്രിസ്ത്യൻസ് ലൈഫ് ഫൗണ്ടേഷൻ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിക്കുക. മറ്റേതെല്ലാം നശ്വരം. അപ്പം നിങ്ങൾ 3 പേരും നിങ്ങളുടെ വിലപ്പെട്ട സമയം ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ആ ടൈം നമുക്ക് തന്നതിന്, പ്രേക്ഷകരോട് ഒരുമിച്ച് സംസാരിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദെബോറയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എല്ലാ മേഖലകളിലും, പാട്ടിൻ്റെ മേഖലകളിലാണെങ്കിലും ഈ മെമ്മറി സ്പീച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്, എല്ലാ മേഖലയിലും ഉയർന്നു വരാൻ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പ്രത്യേകം നന്ദി. ഇന്ന് നമ്മളോടൊപ്പം ഈ അനുഭവങ്ങൾ പങ്കുവെച്ച ദെബോര, അതുപോലെ തന്നെ സന്തോഷ് ബ്രദർ, സിനി സിസ്റ്റർ, അവരുടെ അനുഭവങ്ങൾ, ആ കുഞ്ഞിനെ വളർത്തിയ ട്രെയിനപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, അവരുടെ അനുഭവങ്ങൾ കേട്ടു. അത് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയൊരു എപ്പിസോഡിൽ പുതിയ ഒരു കുടുംബമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ, അനിൽ എലന്തൂർ. God bless you.